ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വളരെ പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഡൈനാമിക് ഷ്രിമ്പ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 200 ഗ്രാം വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനതിനായിട്ട് ഇവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് വേണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോട്ടിങ്ങിന് ആവശ്യമുള്ളത് അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദയും. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ചെമ്മീന്. അതിനുവേണ്ടി ഞാൻ മുട്ടയും സോയ സോസും ആവശ്യത്തിനുള്ള ഉപ്പും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് എടുത്തു വെച്ച മൈദയും കോൺഫ്ലവറും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു പിഞ്ച് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ അതുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എരിവ് പോരാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതൊരു സ്റ്റാർട്ടറാണ്, അതുകൊണ്ട് നമ്മളിത് ഒരു ഡിപ്പ് കൂട്ടിയാണ് കഴിക്കുക. അതിനുവേണ്ടി നമുക്ക് ഡിപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതാ ഡിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡോ സ്റ്റോർ ബോട്ടോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ ഒരു സോസാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഡിപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടികളിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഡബിൾ കോട്ടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ വെക്കണം, എന്നാലേ നല്ലൊരു ഫ്ലേവർ വരുള്ളൂ. എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാണ്. അപ്പോൾ ഇതാ ഞാൻ ചെമ്മീനെല്ലാം ഫസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സിൽ ഒന്നും കൂടെ ഡിപ്പ് ചെയ്തിട്ട് ഡബിൾ കോട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഡബിൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ സിമ്മിലായിരിക്കണം. 3 മിനിറ്റ് ഒരു സൈഡിലും തിരിച്ചിട്ടതിന് ശേഷം 3 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ ഇതാ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് 3 മിനിറ്റ് ഈ സൈഡ് കൂടെ വേവിച്ചെടുത്തതിന് ശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളെ ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ ചെമ്മീൻ കുക്ക് ചെയ്യാൻ 6 മിനിറ്റ് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ചെമ്മീൻ കൂടുതൽ കുക്ക് ചെയ്യുമ്പോൾ ചെമ്മീന് ഒരു റബ്ബർ ടെക്സ്ചറായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ 6 മിനിറ്റിൻ്റെ കണക്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേവ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചെമ്മീനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം. 2 രീതിയിൽ ഇത് സെർവ് ചെയ്യലുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിലാണ് കാണിച്ചു തരുന്നത്, മറ്റത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചെമ്മീൻ ഇങ്ങനെ ഒന്നായിട്ട് ഈ ഡിപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെമ്മീനൊരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഈ ഡിപ്പ് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഈ ഒരു ടെക്സ്ചറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്.
ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ലെറ്റ്യൂസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെമ്മീൻ വെച്ച് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയാൽ ഈ ഒരു മെത്തേഡിലാണ് അവിടെ സെർവ് ചെയ്യുക. അതുപോലെ നിങ്ങളെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യണമെന്നില്ല. ഞാൻ പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ഡിപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ റെഡ് ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുവന്ന മുളക് അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഡൈനാമൈറ്റ് ഷ്രിമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.